ഉത്തരേന്ത്യൻ തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്നും നാട്ടിലേക്ക് പണം കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊരു ആരോപണം കേൾക്കാറുണ്ട്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അതിനൊരു പേര് നൽകി, റിവേഴ്സ് റെമിറ്റൻസ്. എന്താണ് റിവേഴ്സ് റെമിറ്റൻസ്? വിദേശത്ത് പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ, ചികിത്സയ്ക്ക് പോയവർ, ഹജ്ജ്, ഉംറ എന്നിവയ്ക്ക് പോയവർ, വിദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ, കൂടാതെ ബിസിനസ്, ട്രേഡ് ആവശ്യങ്ങൾ, ഇറക്കുമതി എന്നിവയ്ക്കൊക്കെ നാട്ടിൽ നിന്നും അയച്ചു കൊടുക്കുന്ന പണത്തിനെയാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അത് ആയിരക്കണക്കിന് കോടികൾ വരും. എന്നാൽ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ച റിവേഴ്സ് റെമിറ്റൻസ് എന്താണ്? നമ്മുടെ നാട്ടുകാരേക്കാൾ കുറഞ്ഞ കൂലിക്ക് അത്യധ്വാനം ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന അതിഥി തൊഴിലാളികൾ അവരുടെ ചെലവ് കഴിഞ്ഞ് നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയാണ് മുഖ്യമന്ത്രി റിവേഴ്സ് റെമിറ്റൻസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ നാട്ടിലേക്ക് ഈ 2,16,000 കോടി രൂപ പ്രതിവർഷം അയക്കുന്നുണ്ട്. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്ന് അവരവരുടെ നാട്ടിലേക്ക് അയക്കുന്ന തുക ഏകദേശം 52,000 കോടി മാത്രമേ ഉള്ളൂ. നമ്മുടെ പണം മുഴുവൻ അവരുടെ നാട്ടിലേക്ക് കടത്തുന്നു എന്ന പ്രയോഗം ശരിയല്ല. 45 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് കേരളത്തിൽ എന്നാണ് കണക്ക്. മാസത്തിൽ 25 ദിവസമെങ്കിലും അവർ തൊഴിലെടുക്കുന്നുണ്ട്. 18,000 മുതൽ 25,000 രൂപ വരെ അവർ സമ്പാദിക്കുന്നു. ഇതിൽ ടെക്നിക്കൽ തൊഴിലാളികൾ ഏകദേശം 25,000 മുതൽ 40,000 രൂപ വരെയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഈ പണം മുഴുവൻ ഇവിടുന്ന് പോകുന്നില്ല. അവരുടെ വരുമാനത്തിന്റെ 35% ഇവിടെ തന്നെ ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അവർ ഇവിടെ വാടക കൊടുക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, മൊബൈൽ റീചാർജ് ചെയ്യുന്നു, ബസ്സിലും മറ്റും യാത്ര ചെയ്യുന്നു, വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു, ലോട്ടറി എടുക്കുന്നു. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ബാങ്കുകൾക്ക് കമ്മീഷനായിട്ട് ഒരു വലിയ തുക കൊടുക്കുന്നുണ്ട്. 7,000 മുതൽ 10,000 രൂപ വരെയാണ് ഓരോരുത്തരുടെയും ചെലവ്. പ്രതിവർഷം 26,000 കോടി രൂപയെങ്കിലും കേരളത്തിന് പല വിധത്തിലായി ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി റിവേഴ്സ് റെമിറ്റൻസ് എന്ന ആരോപണം ഉന്നയിക്കുന്നത്? ഇവരില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ ജോലികളൊക്കെ ചെയ്യുക?